عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد. വിദ്യാർത്ഥിനികളെ, വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്തങ്ങളായ അധ്യാപനങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തിലെ സർവ്വമേഖലകളെ സംബന്ധിച്ചും സംസാരിക്കുകയും കൃത്യമായ അധ്യാപനങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ. പ്രവാചകരെ, അങ്ങേക്ക് നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് സർവ്വ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണമായിക്കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഒരു സംഭവം, കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ അനാറ്റമി ആൻഡ് എംബ്രിയോളജി എന്ന വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി ആ വിഷയത്തിൽ ഒരുപാട് അക്കാഡമിക് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള കീത്ത് മോർ എന്ന് പറയുന്ന പ്രൊഫസറിനെ ക്ഷണിച്ചപ്പോൾ പിന്നീട് നാം കണ്ടത് എംബ്രിയോളജി ഇൻ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തു വന്നതാണ്. അവിടെയാണ് ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുന്നത്. സാമ്പത്തികപരമായി മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടോ, സാമൂഹിക രംഗത്തുള്ള മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ലോകത്ത് ഒരുപാട് സമ്പദ് ശാസ്ത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സാമ്പത്തിക ശാസ്ത്രങ്ങൾ വിജയകരമായിരുന്നുവോ അതല്ല പരാജയമായിരുന്നുവോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലാണ് അവിടെ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന സമ്പത്ത് രംഗത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിൽ ഒന്നാമതായി ലോകത്ത് നിലനിൽക്കുന്ന സമ്പദ് ശാസ്ത്രം എന്ന് പറയുന്നത് ആഡം സ്മിത്ത്, ആധുനിക സമ്പദ് ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത്, അദ്ദേഹം മുന്നോട്ട് വെച്ച ക്ലാസിക്കൽ തിയറിയാണ്. അഥവാ സമ്പത്ത് രംഗത്ത് യാതൊരുവിധ വിധിവിലക്കുകളും ഉണ്ടാകാൻ പാടില്ല, സമ്പത്ത് രംഗത്തെ സ്വതന്ത്രമായി വിടുകയും സമ്പത്ത് രംഗത്തെ പ്രശ്നങ്ങളെ സാമ്പത്തിക രംഗം സ്വയം പരിഹരിക്കുകയും ചെയ്തുകൊള്ളും എന്ന അദ്ദേഹത്തിൻ്റെ തിയറിയാണ്. മതത്തിനോ സർക്കാരിനോ സമ്പത്ത് രംഗത്ത് യാതൊരുവിധ ഇടപെടലുകളും നടത്താൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന തിയറിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ തിയറിക്ക് ഒരുപാട് അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന ആൾ നിയോ ക്ലാസിക്കൽ തിയറിയുമായി മുന്നോട്ട് വന്നത്. അഥവാ ക്ലാസിക്കൽ തിയറിക്കുള്ള പോരായ്മകൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തിൻ്റെ നിയോ ക്ലാസിക്കൽ തിയറി മുന്നോട്ട് വെച്ചത്. ആ തിയറിയും പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം നിലനിർത്തിപ്പോരുന്ന സാമ്പത്തിക രംഗം കീൻസിയൻ തിയറി മുന്നോട്ട് വരുന്നത്. കീൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതുവരെയുള്ള സാമ്പത്തിക രംഗങ്ങളെല്ലാം എടുത്തു മാറ്റപ്പെടേണ്ടതാണെന്നും എന്നാൽ സാമ്പത്തിക രംഗത്ത് സർക്കാരുകൾ ഇടപെടണം, മതങ്ങളല്ല ഇടപെടേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച തിയറിയാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഈ തിയറികളെ സംബന്ധിച്ച് 1983 അമേരിക്കയിലെ ന്യൂസ് വീക്കിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഹെൻറി കിസിഞ്ചർ എന്ന് പറയുന്ന സാമ്പത്തിക രംഗത്ത് വളരെ നൈപുണ്യമുള്ള അദ്ദേഹം പ്രസ്താവിച്ചത്, ഈ തിയറികളെല്ലാം ഒരിക്കലും സാമ്പത്തിക രംഗത്തെ മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരങ്ങളല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടെയാണ് ഇസ്ലാമികമായ സമ്പത്ത് രംഗത്തിന് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമികമായ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നത്, പണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തം പോലെയാണ്.
ആ രക്തത്തിൻ്റെ ചലനം അമിതമായി കൂടിയാൽ മനുഷ്യൻ്റെ ജീവൻ അപകടം സംഭവിക്കും. എന്നാൽ ആ ചലനം കുറഞ്ഞാലും മനുഷ്യ ശരീരത്തിന് അപകടം സംഭവിക്കും. ആ ചലനത്തെ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. ആ ചലനത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളെ എടുത്തു മാറ്റേണ്ടതുണ്ട്. എന്നതുപോലെ സാമ്പത്തിക രംഗത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഇസ്ലാം നിരോധിച്ചു. പലിശ, വഞ്ചന, കൊള്ള, പൂഴ്ത്തിവെപ്പ്, വാതുവെപ്പ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇസ്ലാം നിരോധിച്ചു. അതേ സ്ഥാനത്ത് സാമ്പത്തിക രംഗത്ത് പണത്തിൻ്റെ ചലനത്തിന് ഏറ്റവും ഉദാത്തമായ മാതൃകയായ സകാത്ത്, വഖഫ്, സ്വദഖ, അതേപോലെ തന്നെ പലിശരഹിതമായ സഹായങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇസ്ലാം മുന്നോട്ട് വെച്ചത് നമുക്ക് വളരെ വലിയ അത്ഭുതമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇസ്ലാം പലിശ നിരോധിച്ചു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ കയ്യിലേക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്, ഫിയറ്റ് കറൻസിയായ കറൻസി കടന്നു വന്നത് എപ്രകാരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമൊക്കെ ആളുകൾ സ്വീകരിച്ചിരുന്ന ബാർട്ടർ സിസ്റ്റം, വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യുക എന്ന രീതിയായിരുന്നു. അതിനുശേഷം അവർ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഗോൾഡ് വരുമ്പോൾ അവർ ആ ഗോൾഡ് ഒരാളുടെ കയ്യിൽ സ്വരൂപിക്കുവാൻ വേണ്ടി കൊടുക്കും. അതിനയാൾ ഒരു സ്ലിപ്പ് നൽകും. ആ രൂപത്തിലുള്ള ബാങ്ക് ഓഫ് ഫ്രാൻസ് അവർ പുറപ്പെടുവിച്ചൊരു സ്ലിപ്പാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരാൾ വെച്ച നിശ്ചിത ഗോൾഡിനുള്ള റെസിപ്റ്റായി അവർ നൽകിയ റെസിപ്റ്റാണത്. ഇതായിരുന്നു ആദ്യത്തെ കറൻസി. വീണ്ടും ആ കറൻസി ഗവൺമെൻറ്റുകൾ ഏറ്റെടുക്കുകയും ഇന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ കാണുന്ന കറൻസികളായി രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ മനുഷ്യൻ്റെ കൈവശമുള്ള വസ്തുക്കളെ വിനിമയം ചെയ്യാൻ അവന് ഏറ്റവും എളുപ്പമുള്ള ഒരു മീഡിയേറ്റർ കടന്നു വരണം എന്ന നിലക്കാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കാണുന്ന കറൻസികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് ഒരു കറൻസിയെക്കുറിച്ച് ആധുനിക സാമ്പത്തിക ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. ഒന്ന്, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, വസ്തുക്കൾ പരസ്പരം കൈമാറുവാനുള്ള ഒരു ഉപാധിയാണ് ആ കറൻസികൾ. യൂണിറ്റ് ഓഫ് കൗണ്ട്, അത് എണ്ണം വെക്കുവാനുള്ള ഉപാധിയാണ്. സ്റ്റോർ ഓഫ് വാല്യൂ, അതിൻ്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് കറൻസിയെക്കുറിച്ച് ആധുനിക സാമ്പത്തിക ശാസ്ത്രം വിശേഷിപ്പിക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. അല്ലാഹു ഇതാ നിങ്ങൾക്ക് കച്ചവടത്തെ അനുവദനീയമാക്കി തന്നിരിക്കുന്നു, എന്നാൽ അതേസമയം പലിശയെ അവൻ നിങ്ങളുടെ മേൽ വിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് പ്രശ്നം പലിശക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു കച്ചവടത്തിൽ നടക്കുന്നത് ക്യാഷിന് പകരം ഉൽപ്പന്നമാണ് നൽകപ്പെടുന്നത്. പണം നൽകുമ്പോൾ ഉൽപ്പന്നമാണ് അതിന് പകരമായി നൽകപ്പെടുന്നത്, അല്ലെങ്കിൽ സർവീസാണ്, സേവനമാണ് അതിന് പകരമായി നൽകപ്പെടുന്നത്. എന്നാൽ പലിശയിലാണെങ്കിൽ പണത്തിന് പകരം പണമാണ് അവിടെ നൽകപ്പെടുന്നത്. അഥവാ അവിടെ പ്രൊഡക്റ്റിന് സ്ഥാനമില്ല. പ്രൊഡക്റ്റ് എന്നൊരു വസ്തു തന്നെ ആ ഒരു ഡീലിൽ കടന്നു വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും ക്യാഷ് വേഴ്സസ് ക്യാഷ് എന്ന് പറയുമ്പോൾ നോ പ്രൊഡക്ഷൻ എന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അവിടെയാണ് പ്രൊഡക്ഷൻ സ്വാഭാവികമായും കുറയുന്നു, അതോടൊപ്പം എംപ്ലോയ്മെൻറ്റ് കുറയുന്നു. പ്രൊഡക്ഷൻ കുറയുമ്പോൾ എംപ്ലോയികളുടെ അവർക്കുള്ള ജോലി സാധ്യതകൾ കുറയും, സ്വാഭാവികമായും എംപ്ലോയ്മെൻറ്റ് കുറയും. അതുപോലെ തന്നെ ഒരു നാട്ടിൽ ആ നാട്ടിലുള്ള പ്രൊഡക്ഷൻ കുറയുകയും ആ സമയത്ത് തന്നെ എംപ്ലോയ്മെൻറ്റ് കുറയുകയും ചെയ്താൽ അവിടെയുള്ള വിലക്കയറ്റം അതിരൂക്ഷമായി ഉയരും. കാരണം ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ലഭിക്കാതെ വരുമ്പോൾ ഉള്ള പ്രൊഡക്ട്സിന് വലിയ വിലയായി വിലക്കയറ്റം സംഭവിക്കുന്നതാണ്. ഒരു നാട്ടിൽ അവർക്ക് ജോലി സാധ്യതകൾ കുറയുകയും അവർക്ക് ജീവിക്കുവാനുള്ള വിലക്കയറ്റം അവരെ ജീവിക്കുവാനുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ അവിടെ അധികരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം പറയുന്ന ഇസ്ലാമിക കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനോരമ പത്രത്തിൽ സാമ്പത്തികം എന്ന പേജിൽ വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ്. അതിൽ പറയുന്നത് വ്യവസായ തളർച്ച, അഥവാ വ്യവസായത്തിന് അങ്ങേയറ്റം തളർച്ച ബാധിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് വിലക്കയറ്റം, വിലയെല്ലാം വർദ്ധിച്ചിരിക്കുന്നു.
ഉൽപാദനത്തിൽ 1.6% ഇടിവ് അഥവാ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുന്നു. ആഹാര സാധനങ്ങൾക്ക് വൻ വിലക്കയറ്റം, മനുഷ്യൻ്റെ അവശ്യ വസ്തുവായ ഭക്ഷണത്തിന് വളരെയധികം വില കൂടിയിരിക്കുന്നു. അതേ പത്രത്തിൽ അതിൻ്റെ താഴെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് 118.84 കോടി രൂപ ലാഭം. അവരുടെ 3 മാസത്തെ ലാഭത്തിൻ്റെ കണക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജിയോജിത് BNP എന്ന് പറയുന്ന അനിസ്ലാമികമായ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിന് 16.4 കോടി ലാഭം എന്നെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മുത്തൂറ്റ് ഫിനാൻസിന് 194 കോടി രൂപ ലാഭം. നമ്മുടെ നാട്ടിൽ പലിശ സമ്പ്രദായം വളരുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനം, നമ്മുടെ വിലക്കയറ്റം നിയന്ത്രിക്കുവാനുള്ള കഴിവ് എല്ലാം കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി പത്രത്തിൽ തന്നെ വന്നൊരു റിപ്പോർട്ടാണ്, ജോലി കാത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷന് നീണ്ട നിര. അഥവാ നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണിത്. ഇതെല്ലാം പലിശ സൃഷ്ടിക്കുന്നതാണ്. അതല്ലെങ്കിൽ വലിയൊരു പങ്ക് ആ വിഷയത്തിൽ പലിശക്കുണ്ട്. കേരളം അരിക്ഷാമത്തിൻ്റെ വക്കിലെന്ന് ആശങ്ക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇസ്ലാം പലിശയെ നിരോധിച്ചു എന്നുള്ളത്. സ്വാഭാവികമായും ഉൽപാദനത്തെയും ആ ഉൽപാദനത്തെ കുറക്കുക വഴി തൊഴിലവസരങ്ങളെയും അതുവഴി കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാമ്പത്തിക രംഗമാണ് പലിശയിൽ അധിഷ്ഠിതമായ സമ്പത്ത് രംഗം നമുക്ക് നൽകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനം, അല്ലദീന യഅകുലൂന الرിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു അശ്ശൈത്വാനു മിനൽ മസ്. അതെ, പലിശ ഭുജിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുകയില്ല പിശാചിന്റെ ബാധയേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്നവനെ പോലെയല്ലാതെ. നമ്മുടെ സമ്പത്ത് രംഗം എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് ആയത്ത്. ഒരിക്കലും സമ്പത്ത് രംഗത്തിന് എഴുന്നേറ്റ് നിൽക്കുവാൻ സാധിക്കുന്നില്ല. വീഴ്ചയും തളർച്ചയും പിന്നൊരു കയറ്റവും പിന്നീട് വീണ്ടും വീഴുന്നതുമാണ് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീൻസിന്റെ തിയറിയാണ് ഇന്ന് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. കീൻസ് തന്നെ പറയുന്നത് നമ്മുടെ സമ്പത്ത് രംഗത്തിന്റെ കൂടപ്പിറപ്പാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ക്രൈസിസ് വരുമ്പോൾ ബാലൻസ് ചെയ്തു കൊണ്ടുപോകുവാൻ മാത്രമാണ് നമുക്ക് സാധിക്കുക. ആളുകളുടെ കൈവശം പണം അധികമായി വന്നാൽ പലിശ നിരക്ക് കൂട്ടിയും ടാക്സ് വർദ്ധിപ്പിച്ചും അവരുടെ കയ്യിൽ നിന്നും പണം പിൻവലിക്കുകയും ആളുകളുടെ കയ്യിൽ പണത്തിൻ്റെ ലഭ്യത കുറഞ്ഞാൽ പലിശ നിരക്ക് കുറച്ചും ടാക്സ് കുറച്ചും ആളുകളുടെ കയ്യിലേക്ക് പണമൊഴുക്കുകയുമാണ് വേണ്ടത് എന്നാണ് കീൻസ് മുന്നോട്ട് വെക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് പലിശയിൽ അധിഷ്ഠിതമായൊരു സമ്പദ് വ്യവസ്ഥക്ക് ഒരിക്കലും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഒരു നിയമം നമ്മൾ നിരാകരിച്ചാൽ, ഏത് നിയമവുമാവട്ടെ, ഒരു നിയമം നമ്മൾ നിരാകരിച്ചാൽ നമ്മുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടോ? ആ ഒരു വിഷയത്തിന് നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നത് വിവാഹമാണ്. ഇന്ന് കേരളത്തിൽ പോലും വിവാഹേതര ബന്ധങ്ങൾക്ക് അതിന് തങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബന്ധങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് അംഗീകരിച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളിക്ക് കൂട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ആ സമയത്ത് ഇസ്ലാം വിവാഹത്തെ നോക്കി കാണുന്ന കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും തമ്മിൽ വരുന്ന വ്യത്യാസവും അതിൻ്റെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രതിഫലനവും മനസ്സിലാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഒരു മുസ്ലിം ഫാമിലി നമ്മൾ എടുക്കുകയാണ്. അതിൽ 2 പേരുണ്ടെങ്കിൽ, ഒരു ഉമ്മയും ഒരു ബാപ്പയും, അവർക്ക് ഏകദേശം ആ മക്കൾക്ക്, ഉമ്മക്കും ബാപ്പക്കും ഏകദേശം 4 മക്കൾ ഉണ്ടാകുന്നു. നമ്മൾ എടുക്കുക, ഏകദേശം ഒരു ആവറേജ് കണക്കെടുത്താൽ 4 മക്കളുണ്ടാകും. ആ 4 മക്കൾക്ക് 8 മക്കളുണ്ടാകുന്നു. ആ 8 മക്കൾക്ക് 16 മക്കളുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും മുകളിലുള്ള ആളുകൾക്ക് പ്രായമായിട്ടുണ്ടാവും. ആ സെൻറ്ററിൽ കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളായിരിക്കും. ഏറ്റവും താഴെ കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളായിരിക്കും. അവിടെയാണ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്ത് നമ്മൾ യുവാക്കൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾ, ജോലി ചെയ്യുന്നത് മുതൽ റിട്ടയർമെൻറ്റ് ഏജ് വരെയുള്ള സമയമാണ് നമ്മൾ യുവാക്കൾ എന്ന് പറയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പ്രായം ചെന്ന ആളുകൾ റിട്ടയർഡായ ആളുകളാണ്, അഥവാ അവർ നോൺ പ്രൊഡക്റ്റീവാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്നില്ല, അവർ എക്സ്പെൻസ് മാത്രമാണ് അവരിൽ നിന്നുണ്ടാകുന്നത്. അവർ പ്രൊഡക്റ്റീവ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ അവർ റിട്ടയർഡായ ആളുകൾ എന്ന് വിളിച്ചത്. എന്നാൽ ഈ യുവാക്കൾ
ആ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഇൻകം, അവർക്ക് ലഭിക്കുന്ന വരുമാനം, ആ വരുമാനമാണ് മുകളിൽ കാണുന്ന വൃദ്ധരും ഭക്ഷിക്കുന്നത്, താഴെ കാണുന്ന കുട്ടികളും ഭക്ഷിക്കുന്നത്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ യുവാക്കൾ ഭാവിയിൽ പ്രായമെത്തുമ്പോൾ അവരെ നോക്കേണ്ടത് ആ കുട്ടികളാണ്. എന്നാൽ പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം സമൂഹത്തെ നോക്കിയത് അവരാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവർക്ക് നൽകുന്നത് എക്സ്പെൻസാണ്. ഇനി നിങ്ങൾ നോക്ക്, ഒരു ഇസ്ലാമികമല്ലാത്ത നോൺ ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു സമൂഹത്തെ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, യൂറോപ്പിലൊക്കെ അവരിന്ന് നേരിടുന്ന വളരെ വലിയൊരു പ്രയാസമാണിത്. അവിടെ എടുത്തു നോക്കിയാൽ ഒരുപാട് ആളുകളുണ്ട്. അതിലധിക പേര് ഞങ്ങൾക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഒരുപാട്. വിവാഹം വേണ്ട, അപ്പോൾ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന നിലക്ക് ജീവിക്കും, അല്ലേ? ഹോട്ടലിൽ പോയാൽ വരെ പണം കൊടുത്താൽ അത് ഷെയർ ചെയ്യും. അങ്ങനെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്നിച്ച് ജീവിക്കുന്ന സമൂഹം അമേരിക്കയെ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ, യൂറോപ്പ് പോലെയുള്ള രാഷ്ട്രങ്ങളിൽ വർദ്ധിച്ചു വരികയാണ്. അവിടെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. അപ്പോൾ അവരിൽ അധികം ആളുകളും വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുന്നവരാണ്. ഇനി വിവാഹം വേണം എന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ വേണ്ട എന്ന് വെക്കുന്നവരാണ് കൂടുതൽ. ഇനി കുട്ടികൾ വേണമെന്ന് പറയുന്നവർ തന്നെ 1 or 2 കുട്ടികൾ മതി എന്ന് തീരുമാനിക്കുന്നവരാണ്. അവിടെ നമ്മൾ നോക്കിയാൽ 16 പേർക്ക് 8 മക്കൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ എടുത്താൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 16 പേർക്ക് 8 മക്കൾ പോലും ഉണ്ടാകുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 16 പേർക്ക് 8 മക്കൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഒരു കണക്കിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ അവർക്ക് 4 മക്കളും അവർക്ക് പിന്നീട് 2 മക്കളുമായി അത് ചുരുങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ സമൂഹത്തിലേക്ക് യുവാക്കളായി കടന്നു വരേണ്ട കുട്ടികളുടെ അനുപാതം വളരെ കുറവാണ്. യുവാക്കളുടെ അനുപാതം വൃദ്ധന്മാരെക്കാൾ വളരെ കുറവാണ്. സ്വാഭാവികമായും ആ യുവാക്കൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ ഏറിയ പങ്കും പോകുന്നത് എക്സ്പെൻസിലേക്കാണ്, ചിലവിലേക്കാണ്. ഇത് വലിയ പ്രയാസങ്ങൾ അവർക്ക് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ നോക്ക്, മലയാള മനോരമയിൽ 2013 ജൂലൈ 21 ഞായറാഴ്ച വന്ന ഒരു റിപ്പോർട്ടാണിത്. $1850 കോടി ബാധ്യത, ഡെട്രോയിറ്റ് നഗരം പാപ്പരായി. അറിയ ഡെട്രോയിറ്റ് നഗരം അമേരിക്കയിലുള്ള ക്രൈസ്ലർ, ഫോർഡ്, GM മോട്ടോഴ്സ് തുടങ്ങിയ വലിയ വാഹന കമ്പനികളുടെ അവരുടെ ഉറവിടമായിരുന്ന ഡെട്രോയിറ്റ് നഗരം, അവരുടെ ഹെഡ് ഓഫീസുകൾ നിലനിന്നിരുന്ന ഡെട്രോയിറ്റ് നഗരം, ആ ഡെട്രോയിറ്റ് നഗരം പാപ്പരായി. പാപ്പരായി എന്ന് പറയുന്നത് ഗവൺമെന്റ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ നഗരത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുകയും ആ നഗരത്തിന്റെ കടം വീട്ടാൻ വേണ്ടി ആ പണം ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് ആ രാജ്യം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവർക്ക് സംഭവിച്ചത്. അവിടെ പറയുന്ന കണക്കുകൾ പറയുന്നത് 19 ലക്ഷം ഉണ്ടായിരുന്ന ഡെട്രോയിറ്റ് സിറ്റിയിലെ ജനസംഖ്യ ഇന്ന് 6.58 ലക്ഷമാണ്. 19 ലക്ഷം ഉണ്ടായിരുന്ന ഡെട്രോയിറ്റ് നഗരത്തിലെ ജനസംഖ്യ ഇന്ന് 6.58 ലക്ഷമാണ്. ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടർന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ബാധ്യതയുടെ ഏറിയ പങ്കും അഥവാ $900 കോടി ബാധ്യത ഏത് ഇനത്തിലാണെന്ന് അറിയുമോ? പെൻഷൻ, ആരോഗ്യ പരിരക്ഷ ഇനത്തിലാണ്. അപ്പോൾ വൃദ്ധന്മാർ കൂടുതലുള്ള ഒരു സമൂഹത്തിൽ പെൻഷൻ സ്വാഭാവികമായും കൂടുതൽ നൽകേണ്ടി വരും, ആരോഗ്യ പരിരക്ഷയ്ക്ക് കൂടുതൽ പണം ചെലവാക്കേണ്ടി വരും. ആ ഇനത്തിലാണ് അവർക്കുള്ള കടബാധ്യതയുടെ ഏറ്റവും ഏറിയ പങ്ക് എന്നീ റിപ്പോർട്ടിൽ പറയുകയാണ്. ഇനി ഇസ്ലാമികമായി നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം ഒന്ന് എടുത്തു നോക്ക്. ഇസ്ലാം പവിത്രമായി പഠിപ്പിച്ച വിവാഹമെന്ന മാർഗത്തെ നിഷേധിച്ച ആളുകൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ സാമ്പത്തിക രംഗത്തെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മേഖലയിൽ അള്ളാഹു നൽകിയ ശിക്ഷയാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതേ പേപ്പർ കട്ടിങ്, ഇതേ പത്രം, ആ പേജ് മറിച്ചു പിടിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. വിവാഹമോ ഞങ്ങളില്ലെന്ന് അമേരിക്കക്കാർ. 2013 ജൂലൈ 21 ഞായറാഴ്ച തന്നെ മലയാള മനോരമ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണിത്. വിവാഹമോ ഞങ്ങളില്ലെന്ന് അമേരിക്കക്കാർ.
1970 ശേഷം 60% വിവാഹ നിരക്കിൽ അവിടെ കുറവ് വന്നിട്ടുള്ളത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, വിശുദ്ധ ഖുർആൻ നമ്മോട് ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും അവന് വിജയമുണ്ടാകുവാൻ വേണ്ടി നിർദ്ദേശിച്ച നിയമങ്ങളാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചിത്രങ്ങൾ അല്ലേ, ഡൽഹിയിൽ ഒരു അനിഷ്ടകരമായ കാര്യം സംഭവിച്ചപ്പോൾ ഒരുപാട് ആളുകൾ പ്രൊട്ടസ്റ്റുമായി ഇറങ്ങി, റോട്ടിലിറങ്ങി, ഒരുപാട് തെരുവ് നാടകങ്ങൾ കളിച്ചു. ആ റേപ്പ് ചെയ്ത ക്രിമിനലുകളെ കൊല്ലണമെന്ന് അവർ ആവശ്യം ഉന്നയിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുറ്റകൃത്യം ചെയ്ത ആളുകളെ തൂക്കിലേറ്റണം, അല്ലെങ്കിൽ മാതൃകാപരമായ വധശിക്ഷ അവർക്ക് നടപ്പാക്കണം എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച്, വിശുദ്ധ ഖുർആൻ എന്തൊക്കെ ഈ വിഷയവുമായി വിശുദ്ധ ഖുർആനിന് പറയാനുണ്ട്? സാമൂഹിക രംഗത്ത് വിശുദ്ധ ഖുർആൻ ഇടപെടുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പഠിപ്പിച്ചത് ഇത്തരം സാഹചര്യങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും. അവിടെയാണ് പറഞ്ഞത്, തീർച്ചയായും മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം ഇവയെല്ലാം പൈശാചികമാണ്. റിജ്സും മിൻ അമലി ശൈത്താൻ, പൈശാചികമാണ്. അതൊരിക്കലും മനുഷ്യനുണ്ടാകാൻ പാടില്ല, അവന് വലിയ വീഴ്ചകൾ അത് വരുത്തും. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഏറിയ പങ്കും ചെയ്തത് മദ്യലഹരിയിലായിരിക്കുമ്പോഴാണ്, അല്ലേ? മദ്യലഹരിയിലായിരിക്കുമ്പോഴാണ്. ഈ പത്ര റിപ്പോർട്ടിൽ ആളുകൾ അതിനുവേണ്ടി ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചു, അവരെ തൂക്കിക്കൊല്ലണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതേസമയം പത്രത്തിൽ വന്ന മറ്റൊരു റിപ്പോർട്ടാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓണം മലയാളി കുടിച്ചത് 92 കോടിയുടെ മദ്യം, അല്ലേ? ഇന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്, സമ്പൂർണ്ണ മദ്യ നിരോധനം നമുക്ക് അനിവാര്യമാണോ അതല്ല അനിവാര്യമല്ലയോ എന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്, അല്ലേ? സർക്കാർ അന്യായമായി കുറെ സംഭരിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇതെല്ലാം ഞങ്ങൾ നിർത്തലാക്കേണ്ടതുണ്ടോ എന്നവർക്ക് തോന്നുകയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ നമ്മൾ മദ്യം, മയക്കുമരുന്നുകൾ വളരെ സുലഭമായി നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ, ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നതിനെ നമ്മൾ പഴിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവിടെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പരിഹാരം, അത്തരം കാര്യങ്ങൾ നിർത്തലാക്കണം. സ്ത്രീ പുരുഷന്മാർ അവരുടെ വ്യക്തിത്വത്തെ അറിഞ്ഞുകൊണ്ട് പെരുമാറുവാൻ തയ്യാറാകണം. പരസ്ത്രീ ബന്ധമുണ്ടാകുവാൻ പാടില്ല. വിവാഹമാണ് പവിത്രമായ ബന്ധം എന്ന് വിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിച്ചു. മാത്രല്ല, ഇനി അങ്ങനെയൊക്കെ നമ്മൾ പാലിച്ചാൽ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവരുടെ കണ്ണുകൾ താഴ്ത്തണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്നെല്ലാം പഠിപ്പിച്ചു. എന്നിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂനല്ലാഹ വറസൂലഹു, അല്ലാഹുവോടും അവൻ്റെ പ്രവാചകനോടും യുദ്ധം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ, വയസ്ഔന ഫിൽ അർളി ഫസാദ, ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് അൻ യുഖത്തലു, അവർ വധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിലുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന നടന്മാരും നടിമാർ പോലും ആവശ്യപ്പെട്ടു, അല്ലേ? സൗദി അറേബ്യയിലുള്ള ശിക്ഷ ഇന്ത്യയിൽ നടപ്പാക്കാത്തിടത്തോളം കാലം ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അംഗീകരിച്ചു. ഇസ്ലാമികമായി മുന്നോട്ട് വെക്കുന്ന ശിക്ഷാ നിയമമാണ് ഏറ്റവും പ്രാപ്തമായത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ സാമൂഹിക രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ശിക്ഷാ നിയമ രംഗത്ത്, കോടതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രംഗങ്ങളിൽ എല്ലാം കൃത്യമായി അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ ഉതകുന്നതാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് പ്രസക്തമാക്കുന്നത്. വനസ്സൽനാ അലൈക്കൽ കിതാബ തിബ്യാനൻ ലികുല്ലി ഷൈ, പ്രവാചകരെ, അങ്ങേക്ക് നാം വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിരിക്കുന്നത് സർവ കാര്യങ്ങൾക്കും വ്യക്തത നൽകുന്ന ഒരു വേദഗ്രന്ഥമായിട്ടാകുന്നു. ആ വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കളാകണം നാം. ആ വേദഗ്രന്ഥത്തെ
കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മളെല്ലാവരും പഠിക്കുന്നതും ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ആ വേദഗ്രന്ഥം നൽകുന്നതായി കാണാൻ നമുക്ക് സാധിക്കുന്നു. അത് പിൻപറ്റുന്ന നല്ല ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ സമകാലിക ലോകത്തുള്ള പ്രസക്തിയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനെ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുവാനും അഭിമാനത്തോടു കൂടി ഞാൻ വിശുദ്ധ ഖുർആനിൻ്റെ ആളാണ് എന്ന് പറയുവാൻ സാധിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ജസാകുമുല്ലാഹു ഖൈറൻ.